ഇരവിപുരത്തെ UDF സ്ഥാനാർത്ഥി ചർച്ച. RSP ഇരവിപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്നത് 4 പേരുകളാണ്. N. നൌഷാദ്, MS ഗോപകുമാർ, സജി ഡി ആനന്ദ്, കാർത്തിക് പ്രേമചന്ദ്രൻ എന്നീ പേരുകളാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. 4 പേരുകളും RSP ജില്ലാ കമ്മിറ്റിക്ക് നൽകും. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, RSPക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സീറ്റാണ്. ആ സീറ്റ് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രഖ്യാപനം. അതിൽ ഉയർന്നു വരുന്ന പേരുകൾക്ക് 4-ൽ ആരുടെ പേരിലാണ് മുൻതൂക്കം? തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് RSP എന്തായാലും ചർച്ചകളുമായി മുന്നോട്ട് പോയത്. ആ ഘട്ടത്തിലാണ് മാതൃഭൂമി ന്യൂസ് അസിസ്റ്റന്റ് പ്രസ്താവന പുറത്തുവിടുന്നത്. ആ ഘട്ടത്തിലാണ് എന്തായാലും ഒരു ഭിന്നത ഇതുമായി ബന്ധപ്പെട്ട RSP നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്ന് വ്യക്തമായത്. കാരണം ഒരു ഭാഗം കാർത്തിക് പ്രേമചന്ദ്രന്റെ പേരുമായി മുന്നോട്ട് വന്നപ്പോൾ അതിൽ മറ്റൊരു ഭാഗം എതിർക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രവർത്തകൻ മതി, അല്ലാതെ ഈ പെട്ടെന്ന് മറ്റൊരാളെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ട, RYF-ലൂടെയൊക്കെ വന്ന ഒരു പ്രവർത്തകൻ മതി എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ വന്നത്. നിലവിൽ എന്തായാലും 4 പേരുകൾ ഇന്ന് ഇരവിപുരം മണ്ഡലം കമ്മിറ്റി ആ കമ്മിറ്റിയിൽ 4 പേരുകളാണ് മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. അതിൽ N. നൌഷാദ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ നാടുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരവിപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ട കൂടുതൽ ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് N. നൌഷാദിന്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന് വലിയ സാധ്യത കൽപ്പിക്കുന്നുമുണ്ട്. ഒപ്പം കാർത്തിക് പ്രേമചന്ദ്രൻ, പിന്നീട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജി ഡി ആനന്ദും MS ഗോപകുമാർ, അങ്ങനെ 4 പേരുകളാണ് ഇപ്പോൾ എന്തായാലും മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ വന്നത്. അങ്ങനെ ഒരു പേരിലേക്ക് എത്താൻ കഴിയുന്നു. ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ ആരുടെ പേരായിരിക്കാം ഇനി പരിഗണിക്കപ്പെടുക എന്നത് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയൊക്കെയാണ് തീരുമാനിക്കേണ്ടത്.